ഇറാനും അമേരിക്കയും തമ്മിൽ താൽക്കാലികമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി തെളിയുന്നുവെന്ന ആശ്വാസകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ അവസരത്തിൽ ഈ വാർത്തയെ കൂടുതൽ അപഗ്രഥിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ഹായ് ഹായ് ഹായ്. നല്ല ഹായ് പറയാം. അല്ല, തീർച്ചയായിട്ടും അല്പം ആശ്വാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഹായ്ക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്. എന്താണ് ഹോർമോസ് കടലിടുക്കെന്നുള്ള വിവരം പറയൂ. ഹോർമോസ് കടലിടുക്ക് തുറക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പലതവണ ഇങ്ങനെ സാധ്യതകൾ തെളിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ തർപ്പിച്ച് പറയുന്നില്ല എസ് കെ. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ വെടിനിർത്തലാണ്. അത് ഒരുപക്ഷെ താൽക്കാലിക യുദ്ധവിരാമത്തിലേക്ക് പോകാൻ സാധ്യത എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു എന്നുള്ളതാണ്. രണ്ട് ഭാഗത്തുനിന്നും വലിയ പ്രഷറുണ്ട്. കാരണം ഇറാന്റെ എണ്ണക്കപ്പലുകൾ മുഴുവൻ തടഞ്ഞു വെച്ചു അമേരിക്കയുടെ നാവിക ഉപരോധം വഴി. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എസ് കെ, അത് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 45,000 കോടിയുടെ നഷ്ടം ഈ എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റാതെ ഇറാന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതൊരു ഭാഗത്ത്. അമേരിക്കയെ സംബന്ധിച്ചുള്ള അമേരിക്കയിൽ വലിയ എതിർപ്പാണ് ട്രംപിന്റെ ഈ നയങ്ങൾക്കെതിരെ. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ നിർബന്ധിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന ഒരു മീഡിയേഷനിലാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഏതാണ്ട് ഇതിൻ്റെ അടുത്തെത്തി നിൽക്കുന്നുവെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പറയാമെന്ന് പറയുന്നു. ഒരു 5 വർഷത്തേക്ക് അണ്വായുധ നിർമ്മാണമോ അല്ലെങ്കിൽ സമ്പുഷ്ടീകരണം, യുറേനിയം, അതിൽ നിന്നൊക്കെ പിന്നെ മാറി നിൽക്കാമെന്ന് ഇറാൻ പറയുന്നു. പക്ഷേ 20 വർഷത്തേക്ക് മാറി നിൽക്കണമെന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക കുറേ ആവശ്യങ്ങൾ വേറെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നാവിക ഉപരോധം പിൻവലിക്കാനും ഹോർമോസ് കടലിടുക്ക് തുറക്കാനും സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണവില താഴുന്നു എന്നുള്ളതാണ് എസ് കെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസ വാർത്തയായിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ $100 താഴെയായിരിക്കുന്നു. വലിയ 120ഉം 124ഒക്കെ പോയതാണ്. അപ്പോൾ അതൊരു വലിയ ആശ്വാസ വാർത്തയാണ്. എന്തായാലും പാകിസ്ഥാൻ ഇതിനിടയിൽ രണ്ട് കക്ഷികളുമായിട്ട് വലിയ ചർച്ച നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒരു മീഡിയേറ്റർ റോളിൽ വന്ന് വിജയിക്കാനുള്ള നീക്കത്തിലാണ്. പലതവണ പരാജയപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാചകവാതകവും അതുപോലെ എണ്ണവില കൂടുന്നതൊക്കെ വലിയ രീതിയിൽ 140 കോടി ജനങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് പോയതാണ്. ഹോട്ടലുകൾ ഇന്നലെ അടച്ചിട്ടിരുന്ന കഥകളൊക്കെ നമുക്കറിയാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വല്ലാത്ത തരത്തിലേക്ക് പോകുന്നു. അതിന് അറുതി ഉണ്ടാവണമെന്നുള്ള വാദം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കയ്ക്കും ഇറാനും ഇപ്പോൾ ഒരു യുദ്ധവിരാമം ആവശ്യമാണ്. അത് ഇസ്രായേലാണ് അവിടെ പ്രതിയായിട്ട് വില്ലനായിട്ട് നിൽക്കുന്നത്. എസ് കെ. ഓക്കെ.